അതെ തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഞങ്ങളത് ഒരു ആശങ്കയ്ക്കും അവകാശമില്ല. സംസ്ഥാന ഗവൺമെന്റ് അതിന് സബ്സിഡി കൊടുക്കും KSRTC. അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതിന് ഇവിടുത്തെ ധാരാളിത്വവും അതോടൊപ്പം തന്നെ അനാവശ്യമായ എക്സ്പെൻഡിച്ചറും എല്ലാം നിർത്തി ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള നടപടിയെ പറ്റി ഞങ്ങൾ പഠനം നടത്തിയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇപ്പൊ KSRTCക്ക് ഇതിനുള്ള ശക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കും. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിജയിച്ച പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ തോറ്റുപോയ ആളുകൾക്കൊക്കെ നമ്മൾ ആശംസകൾ നേരുകയാണ്. ഇപ്പോൾ വിജയിച്ച് ഭരണത്തിലേക്ക് വരാനിരിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയത്തിന്റെ തിളക്കത്തിൽ അതൊന്നും മുങ്ങിപ്പോകരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തന്ന വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിച്ച് തരാം. നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാഗ്ദാനം നൽകിയത് മറന്നുപോയിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും ഞാൻ മറന്നിട്ടില്ല. അതായത് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിക്കും എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ പാലിച്ചിട്ട് വേണം നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകാനായിട്ടുള്ളത്. കുറച്ചധികം ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് ഞാനിങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാക്ക് പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രാൻസ്പോർട്ട് ബസ് എപ്പോഴും നഷ്ടത്തിലാണ് എന്നൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അങ്ങനെ നഷ്ടത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്ത്രീ ജനങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയില്ല. ഇനി അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേക ഫണ്ട് അങ്ങനെ രൂപീകരിക്കുമെന്നൊന്നും അറിയില്ല. സാധാരണയായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് പലരും പല വാഗ്ദാനങ്ങളും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഭരണത്തിൽ വരാനിരിക്കുന്ന പാർട്ടിക്കാർ നൽകിയ വാഗ്ദാനം കുറച്ച് ഓവറായി പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ, അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ബസ്സിൽ തന്നെയാണ്. അപ്പോൾ കൂടുതലും ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ നൽകിയ വാക്ക് പ്രകാരം വോട്ട് തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ നിരാശരാക്കാതിരിക്കുക. അപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ 2000 രൂപ എന്ന് പറയുന്ന പെൻഷൻ 3000 ആക്കി മാറ്റും എന്നൊക്കെ കേട്ടു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെൻഷൻ തുക 3000 കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ തരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ അതും പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ കൊടുത്ത 1000 രൂപയുണ്ടല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള, അതായത് 30 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് അത് ഒരു തവണ മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും ആ തുക ഞങ്ങൾ വരികയാണെങ്കിൽ 2000 ആക്കി വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാലിക്കുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അത് പാലിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം അത് നിങ്ങൾ പാലിക്കും എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇനി അഥവാ അത് പാലിച്ചില്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവരത് പാലിക്കുമായിരിക്കും. ഈ ഒരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലോങ് ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് സ്ത്രീകൾ എല്ലാവരും. ഒരുപാട് പേര് പറയുന്നത് കേട്ടു, ഇനി എന്തായാലും ഈ ഒരു എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമായിട്ട് വേണം കുറച്ച് അധികം ക്ഷേത്രങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോകാനെന്നൊക്കെ സ്ത്രീജനങ്ങൾ പറയുന്നത് കേട്ടു. എന്തായാലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു വാർത്ത ഉടനെ ഉണ്ടാകുമെന്ന് കേൾക്കട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.